ചക്രമുടി വിഷയത്തിൽ നടപടി കടുപ്പിച്ച് റവന്യൂ വകുപ്പ്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദു ചെയ്തിരുന്നു. ചക്രമുടി കവാടത്തിന് സമീപമായുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്ത. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമിയുടെ ബോർഡും സ്ഥാപിച്ചു. ദേവികുളം സബ് കളക്ടർ പട്ടയം റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പുറമ്പോക്ക് ലാൻഡാണെന്ന് കണ്ടതുകൊണ്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റിലേക്ക് മാക്സിമം പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മേരിക്കുട്ടി വർഗീസ് വാടയിൽ ചക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്. പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റമെന്ന് കണ്ടെത്തി 4 പട്ടയങ്ങളും മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നു. 4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിൽ അധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. 2025 ഉത്തരവ് പ്രകാരം ഈ ഭൂമിയുടേതെന്ന് പറഞ്ഞ് കക്ഷിയുടെ കയ്യിലുണ്ടായിരുന്ന പട്ടയം 68 നമ്പർ പട്ടയം റദ്ദ് ചെയ്യുകയും ആ ഉത്തരവിൽ തന്നെ 48 മണിക്കൂറിനുള്ളിൽ റദ്ദ് ചെയ്യുമ്പോൾ അത് സർക്കാർ ഭൂമിയായി മാറി. എന്ന് പറഞ്ഞാൽ ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വയ്ക്കുന്നത്, അത് വേറെ സർവേ നമ്പറാണ്. ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറമ്പോക്ക് ഭൂമിയാണ്. ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത്. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദ് ചെയ്യുകയും 48 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉത്തരവാവുകയും ചെയ്തു. ദേവികുളം സബ് കളക്ടർ ഉത്തരവായി. റദ്ദ് ചെയ്ത പട്ടയങ്ങളിലെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.